സർക്കാരിന് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ചാനലുകളിലും ഡിജിറ്റൽ ചാനലുകളിലും ഒക്കെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്നാമത്തെ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സാഹചര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇനി അത് അവസാനം 90 ദിവസം കടന്ന് ജാമ്യം കിട്ടുന്ന ജാമ്യത്തിന് പുറമെ അല്ലാതെ കിടന്നാൽ ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, കേസ് വലിയ ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിക്കാനുള്ള എല്ലാ പ്രൊവിഷനുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനവും രാഷ്ട്രീയ ഭാവിയുമൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഇതിന് ഉപോത്ബലകമായി ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാമത് ഒരു സ്ത്രീ, കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരു വനിത. അവർ ഇവിടെ നിന്ന് പോയി കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അവർ ഇപ്പോൾ ഗൗരവമായി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ രംഗത്ത് വരികയും അവരെ അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവർ ശേഖരിച്ച് അതും ലാബിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിച്ചതും അവരെ ബലാത്സംഗം ചെയ്തിരുന്നു പറയുന്നതും അവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അവരെ മോഹിപ്പിച്ചതും അവരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതും പിന്നെ വിരട്ടിയതും ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രൂഫ് ആ വനിത, ആ സ്ത്രീ അതിജീവിത കൊടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഗൗരവമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് മൂന്നാമത്തെ വനിത ഇപ്പോൾ രംഗത്ത് വന്നു എന്ന് ചോദിച്ചാൽ, 2 വനിതകൾ രംഗത്ത് വന്നപ്പോഴും ഹൂ കെയേഴ്സ്, ഹൂ ബോധേഡ് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൂഹം തനിക്ക് നൽകിയിരിക്കുന്ന ഒരു മാന്യതയുടെയും തൻ്റെ പ്രസംഗവും അറിവും തൻ്റെ കഴിവും ആ ചാനലുകളിലൊക്കെ വരുന്ന ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ഒക്കെ കണ്ട് ഒരുപാട് ആരാധകരെ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരുതരം കാമഭ്രാന്ത് എന്ന് പറഞ്ഞാൽ സെക്സ് മാത്രമല്ല ഞാനീ പറയുന്നത്, ഒരുതരം അധികാര ഭ്രാന്ത്, ഒരുതരം സമ്പത്തിനോടുള്ള ഭ്രാന്ത്, സ്ത്രീകളെയൊക്കെ വളരെ പുച്ഛമായി കാണുന്ന ഒരുതരം മാനസികാവസ്ഥ. ഞാൻ MLA ആണ്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് ആരെയും കൈകാര്യം ചെയ്യാം, എന്നെ ആരും പിടിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പണവും അധികാരവും എൻ്റെ പാർട്ടിയും വലിയ പ്രസ്ഥാനങ്ങളും കൊണ്ട് ഞാൻ ഇതിനെ തകർക്കും, അല്ലെങ്കിൽ ഇതൊക്കെ നെവർ മൈൻഡ്, ആര് നോക്കാൻ എന്നുള്ള ഒരു ധാർഷ്ട്യത്തിലൂടെ പോവുകയും 2 സ്ത്രീകൾ കേസ് കൊടുത്തിട്ടും അതിൽ പോലീസിൽ സറണ്ടർ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വീണ്ടും കർണാടകത്തിൽ പോയി റിസോർട്ടിൽ താമസിക്കുകയും സിനിമ, ഞാൻ നടിയുടെ പേര് പറയുന്നില്ല, കൂടെ നിൽക്കാൻ പോകുന്ന നടിയെയാണ് പറയേണ്ടത്, നടികൾ ഒക്കെ കൂടെ നിർത്തി അതിൻ്റെ സെൽഫിയൊക്കെ എടുത്തിട്ട് അതിൽ അഭിരമിക്കുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടികളെ അല്ലെങ്കിൽ വനിതകളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവൻ 3 പേരെ പറ്റിച്ചിട്ട് 2 പേര് പരാതിയുമായി വന്നപ്പോൾ ആ 2 പേരെയും പരമപുച്ഛമായി കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞ്, നിനക്കെതിരെ തെളിവുകൾ ഉണ്ടടാ, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ആൾ കൂടെ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. പോലീസുമായിട്ട് ബഹളമുണ്ടാക്കി, പക്ഷേ അവർ കർശനമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിൻ്റെ വിഷ്വൽസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തെ തിരുവല്ലയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. തിരുവല്ലയിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് തിരുവല്ല കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. പക്ഷേ തിരുവല്ല കോടതിയിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും അവിടുത്തെ ജഡ്ജി ലീവിലായതുകൊണ്ടും പത്തനംതിട്ട കോടതിയിലായിരിക്കും ഹാജരാക്കുക. പത്തനംതിട്ടയുടെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പൂങ്കുഴി അല്ലേ, പിന്നെ നമ്മുടെ പോലീസ് ഓഫീസർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നതായിരുന്നു രാവിലെ. ഇപ്പോൾ അത് കഴിഞ്ഞാൽ വൈദ്യപരിശോധന നടക്കും, കോടതിയിൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അത്രമാത്രം വകുപ്പുകളാണ് വരാനിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മുടെ TM ജേക്കബ് അവരുടെ മകൻ അനൂപ് ആൻ്റണി ചെറുപ്പക്കാരനാണ്, വളരെ ചെറിയ പ്രായത്തിൽ മന്ത്രിയാവാൻ പറ്റി. കാരണം 60-62 വയസ്സോ മറ്റുള്ളപ്പം TM ജേക്കബ് മരിച്ചു പോയതാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റി. വളരെ പക്വതയോട് കൂടിയിട്ടുള്ള ഒരു മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണമാകട്ടെ പ്രവർത്തികളാകട്ടെ പൊതുസമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലുള്ള വളരെ പക്വതയോടുകൂടിയുള്ള ഒരു നേതാവാണ്. ഇങ്ങനെ എത്രയോ നേതാക്കൾ ഈ സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് റീലിട്ടും അങ്ങനെയൊന്നും കളിക്കുന്നവരല്ല. അങ്ങനെ എത്രയോ നേതാക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വന്നിട്ട്, രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ. രമേശ് ചെന്നിത്തലയൊക്കെ 100% ഇപ്പോൾ ഈ വീഡിയോ കാണുന്നിട്ട് ചോദിക്കാം, രമേശ് ചെന്നിത്തല പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കറക്റ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ മറ്റേ ആൾ കറക്റ്റ് അല്ലല്ലോ, മറ്റേ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറയുമ്പോൾ ആ നേതാവ് കറക്റ്റ് ആണോ, ഞങ്ങൾക്ക് ഒരുപാട് കഥ അറിയാമെന്നൊക്കെ പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. കാരണം അവർ സ്വകാര്യ ജീവിതത്തെയും പൊതുജീവിതത്തെയും രണ്ടായി കൊണ്ടുപോകാനും സ്വകാര്യ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന കൃത്യതയും അതിൻ്റെ ഒരു
രീതി അവർ പാലിക്കുന്നു. പൊതുജീവിതം അവർ മറ്റൊരു തരത്തിൽ കൊണ്ടുപോകുന്നു, രാഷ്ട്രീയ ജീവിതം. അങ്ങനെ കൊണ്ടുപോകുന്നത് ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത കഥകളാണ് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. പരാതികളും പരിഭവം ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് പൊതുസമൂഹത്തിൽ വരും. പൊതുമണ്ഡലത്തിൽ വന്നാൽ പിന്നെ അവരുടെ ഭാവി വളരെ പ്രയാസമാണ്. ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വന്നിട്ടുണ്ട്, ചെറുപ്പക്കാരികൾ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ തന്നെ 24 വയസ്സും 21 വയസ്സുമായ ഒരുപാട് 21 വയസ്സിൽ നഗരസഭ ചെയർപേഴ്സണായിട്ടുണ്ട്. പാലാ നഗരസഭയിലെ ചെയർപേഴ്സൺ 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾ പുതിയ തലമുറയ്ക്കിടെ ഒരു ഗ്രഹപാഠം ചെയ്യേണ്ടതാണ്. ആര്യ രാജേന്ദ്രനൊക്കെ പറ്റിയത് കണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയത് സ്ത്രീ വിഷയത്തിലാണെങ്കിൽ ആര്യ രാജേന്ദ്രന് പറ്റിയത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും മേഖലയിലാണ്. അപ്പം ഇതെല്ലാം മനുഷ്യരെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ കൂടി സത്യസന്ധമായി പോയാൽ രാഷ്ട്രീയ ഭാവി ഉണ്ട് എന്ന് തിരിച്ചറിയണം. ആരോ എന്നോട് തമാശയ്ക്ക് ചോദിച്ച പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പോയാൽ നാളെ ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെ ആകാമല്ലോ ഭാവിയിൽ. 10-20 വർഷം കഴിയുമ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായാൽ എങ്ങനെ ഇരിക്കും ഇവിടുത്തെ ലാ ആൻഡ് ഓർഡർ എന്ന് ഒരു ചോദ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം നമ്മൾ കാണുന്ന ബിംബങ്ങൾ, നമ്മൾ കരുതുന്ന ബിംബങ്ങൾ, അതൊക്കെ ഉടയുന്ന വിഗ്രഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ശബരിമല തന്ത്രിയായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും രാഹുൽ ഈശ്വറായാലും ഈ നമ്മൾ വിഗ്രഹങ്ങളെപ്പോലെ പൊതുസമൂഹം ഉയർത്തിയെടുക്കുന്ന ആളുകൾ ആ വിഗ്രഹങ്ങൾ ഉടയുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അത് എല്ലാവർക്കും പാഠമാകേണ്ടതാണ്. നമ്മൾ ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നും നടക്കേണ്ട കാര്യമില്ല. പരസ്പര സഹായവും പരസ്പര സ്നേഹവും പരസ്പര ഇഷ്ടവും ഒക്കെ അനുസരിച്ച് മനുഷ്യർക്ക് ഒരുപാട് ബന്ധനങ്ങളും വേർപെടുത്തലും ഒക്കെ നടക്കും. അതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിനപ്പുറമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കിക്കൊണ്ടു പോകേണ്ടത് മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരു അവസ്ഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും വേറൊരു പാഠമാവുകയാണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യത്തത് ഇന്നിപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്നത് തന്ത്രി ഒരു പാഠം ആകേണ്ടത് എങ്ങനെയാണെന്നാണ്. അയ്യപ്പൻ നമുക്ക് കാണിച്ചു തരുന്നു. അത് ദൈവിക മേഖലയാണെങ്കിൽ ഭൗതിക മേഖലയിൽ ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. ഒരിക്കൽ ഭഗവാൻ നേരിട്ട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ശിഷ്യനോട് ഭഗവാനോട് വരം ചോദിച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാനിതാ നേരിട്ട് നിനക്ക് കാണിച്ചു തരയല്ലേ, തൊട്ട് കാണിച്ചു തരയല്ലേ, എന്നിട്ട് നീ സംശയവും പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആത്മീയ തലത്തിലായാലും ഭൗതിക തലത്തിലായാലും നമുക്ക് തൊട്ടറിയാൻ നേരിട്ട് കാണാനുള്ള കേസ് സ്റ്റഡീസ് സംഭവങ്ങൾ മുന്നിൽ വരികയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. പുതിയ തലമുറയായാലും ജെൻസായാലും പിന്നെ ജെൻസി സെഡ് ആയാലും ആരായാലും പഴയ തലമുറയും എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഈ സമൂഹത്തിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സേഫായി തോന്നിയവാസം കാണിക്കുക എന്നുള്ളതല്ല, കള്ളം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല, തിരിച്ചെങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന മറ്റൊരു തത്വം, ഒരു ചിന്ത. എന്തായാലും അദ്ദേഹം അറസ്റ്റിലായി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പൊടിപൂരമായിരിക്കും ഇന്ന് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോകുന്നതും ജാമ്യം കിട്ടാത്തതും ജയിലിലേക്ക് പോകുന്നത് വരെയുള്ള ബഹളങ്ങളായിരിക്കും എല്ലാ ചാനലുകളുടെയും എല്ലാവരുടെയും അതുകൊണ്ട് എന്നോടൊരു ആൾ പറഞ്ഞത്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പെൺകുട്ടി പറഞ്ഞത്, ഇനി മലയാളം ചാനലുകൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. അത് അശ്ലീലത്തിൻ്റെയും അഴിമതിയുടെയും പിടിച്ചുപറിയുടെയും ദൈവത്തിൻ്റെ സ്വത്ത് വരെ അടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മലയാളം ചാനലുകൾ ഞാൻ ഇനി കാണണോ എന്ന് ആലോചിക്കുകയാണ്.